വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ജെനോഫോബിയ കാണുന്നുണ്ട്. സെക്സിനെ കുറിച്ചുള്ള കർശനമായ സാംസ്കാരികമോ മതപരമോ ആയ വീക്ഷണങ്ങൾ ഭയമോ കുറ്റബോധമോ ഉണ്ടാക്കാറുണ്ട്. സെക്സിനോടുള്ള ഭയമാണ് ജെനോഫോബിയ. ഇതിന് ശാരീരികവും മാനസികവും സാമൂഹികവുമായ കാരണങ്ങൾ കാണാറുണ്ട്. ഇത് പെയിൻഫുൾ ആയിരിക്കുമോ എന്ന ആങ്സൈറ്റിയും സ്ട്രെസ്സും കൊണ്ടാണ് പലരും മടിക്കുന്നത്. നല്ല സെക്സ് എഡ്യൂക്കേഷന്റെ അഭാവം തന്നെയാണ് ഭയത്തിനുള്ള പ്രധാന കാരണം. സെക്സ് മനുഷ്യന്റെ ഒരു ബയോളജിക്കൽ നീഡാണെന്നും അത് ആസ്വാദനം നിറഞ്ഞതാണ് എന്നുമുള്ള അറിവ് വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തെങ്കിലും സെക്ഷൽ അബ്യൂസോ ഹറാസ്മെന്റോ നേരിട്ടിട്ടുള്ളവർക്ക് ഇത്തരം ആങ്സൈറ്റിയും ഫിയറും ഉണ്ടാകാറുണ്ട്. സെക്സിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള അറിവുകളാണ് കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെങ്കിൽ സെക്സിനോട് താല്പര്യമില്ലായ്മ കാണിക്കാം. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ജെനോഫോബിയ കാണുന്നുണ്ട്. സെക്സിനെ കുറിച്ചുള്ള കർശനമായ സാംസ്കാരികമോ മതപരമോ ആയ വീക്ഷണങ്ങൾ ഭയമോ കുറ്റബോധമോ ഉണ്ടാക്കാറുണ്ട്. മാധ്യമ ചിത്രീകരണങ്ങളും ലൈംഗികതയെക്കുറിച്ചുള്ള സാമൂഹിക പ്രതീക്ഷകളും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള മാനദണ്ഡങ്ങളും ഭയം സൃഷ്ടിക്കാറുണ്ട്. ശരിയാണ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആങ്സൈറ്റി തോന്നാം. ഇതെല്ലാം തൻ്റേത് മാത്രമായ തോന്നലുകളാണെന്നും ഈ ലോകത്തുള്ള പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള എല്ലാ വ്യക്തികളും ആസ്വദിക്കുന്ന കാര്യമാണ് സെക്സ് എന്നും മനസ്സിനോട് പറഞ്ഞ് ഭയമില്ലാതാക്കുക. ഭയം തോന്നിയിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇതിനു മുമ്പ് താൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഇതും തനിക്ക് സാധ്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക.